ഗൈസ്, നമ്മളിന്നൊരു ചാലഞ്ച് ചെയ്യാൻ പോവാണ്. അതായത് 5 റാൻഡം പീപ്പിൾസ്, 5 പേരെ കാണുമെന്ന് അറിയില്ല, ഇപ്പോൾ ചിലപ്പോൾ ലേറ്റായി. അപ്പോൾ 5 പേരെ കിട്ടും അറിയില്ല. മിനിമം ഒരു 3 റാൻഡം പീപ്പിൾസ് അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കണം എന്നാണ് നമ്മൾ ഇന്നത്തെ ടാസ്ക്. നമ്മൾ അപ്പുറത്തൊരു ചേച്ചീനെ കണ്ടിട്ടുണ്ട്. ചേച്ചീനോട് സംസാരിക്കാൻ പറ്റുമെന്നുമില്ല, നോക്കാം. നനയ്ക്കുക അല്ലേ? നനയ്ക്കായിരുന്നോ? നനയ്ക്കുകയാണോ ഒന്ന് ചെടി? ഓക്കെ. ആദ്യത്തെ നമ്മൾ മുഞ്ചി പോയി. ചേച്ചിനോട് നനയ്ക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ചേച്ചി ആദ്യം മനസ്സിലായില്ല. പിന്നെ ഇങ്ങോട്ടൊന്നും സംസാരിക്കുന്നില്ല. നേരെ ഫ്രണ്ടിലൊരു ചേച്ചി ഉണ്ട്. ആ ചേച്ചിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ നോക്കാം. അടിച്ചു വരിക. ഈ വീട്ടിലിപ്പോൾ ആ ചേട്ടനില്ല. എവിടെയാ പോയതാ? ബാംഗ്ലൂരാ? അല്ല, ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടല്ലോ അവിടെ. അതാ രാവിലെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലേ? ന്യൂസ് പേപ്പർ എടുക്കാത്തയാ? വായിക്കാത്ത? അല്ല, എടുക്കൂലേ എന്ന് ചോദിച്ചേ. ചേച്ചീൻ്റെ വീട് എവിടെയാ? ഓക്കെ. ഈ ആൾക്കാരൊന്നും ഇങ്ങോട്ട് സംസാരിക്കുന്നില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്, ഇങ്ങോട്ടൊന്നും ചോദിക്കുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആളെ പിടിക്കാം, അടുത്ത ആളെ നോക്കാം. ഗൈസ്, അങ്ങനെ വീഡിയോ കണ്ട പോലെ ഫസ്റ്റത്തെ 2 ആൾക്കാർ ഞാൻ അപ്രോച്ച് ചെയ്തു. അവർ ഇങ്ങോട്ട് സംസാരിക്കുന്നില്ല. അവർ ഞാൻ പറയുന്നത് കേൾക്കാന്നല്ലാണ്ട് ഉത്തരം പറയാന്നല്ലാണ്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നില്ല. പിന്നെ നമ്മൾ അടുത്ത ആൾക്കാരിലേക്ക് നമ്മൾ സെറ്റായിട്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഏറ്റവും സെറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുകയെന്ന്. അത് ഈ മൈക്കോടെ ഞാനിങ്ങനെ കുടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി. അയാൾക്ക് ഷർട്ട് കണ്ടപ്പോൾ മനസ്സിലായി. കുറച്ചൊരു യങ്ങാളായിരുന്നു, നമ്മുടെ യൂത്തായിരുന്നു. അങ്ങനെ അയാൾക്ക് സംഭവം മനസ്സിലായി. അപ്പോൾ പിന്നെ എനിക്ക് എന്തുവായി പോയി. അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, സെറ്റ് സാധനം വരുന്നുണ്ട്. പിന്നെ ഇനി അടുത്തുള്ളതാണ് ഏറ്റവും കൂടുതൽ നേരം സംസാരിച്ചത്. അത് എന്താ വെച്ചാൽ ഒരാൾ പട്ടിക്ക് ഇങ്ങനെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് അയാൾ ചോദിച്ചു നോക്കി, ചേട്ടൻ ഈ പട്ടികളൊക്കെ അറിയോ, ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചോദിച്ച് പിന്നെ മറ്റവരെ പോലെ ഒന്നും മിണ്ടാണ്ടുന്നില്ല. ചേട്ടനും ഇങ്ങനെ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാനും അങ്ങോട്ട് ചോദിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ സംസാരിച്ചു. അങ്ങനെ അത് സെറ്റായി. അത് അടിപൊളി സംഭവമായിരുന്നു. ഇത് കുറച്ചൊരു വലിയ കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ടൈം ലൈൻ മേലെ കൊടുക്കും. അടുത്ത ആളോട് സംസാരിക്കുന്ന കാണണമെങ്കിൽ ഞാൻ ടൈം ലൈൻ കൊടുക്കാം, അതിലേക്ക് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ചേട്ടനെന്തുകൂടെ നടക്കാൻ വരും. പട്ടിയൊക്കെ ഇങ്ങനെ വാലാട്ടിയത് ഇവിടെ വീട് അവിടെ വരും. അവിടെ അറിയുന്ന പട്ടികളാണ്. ആ പെണ്ണ് പട്ടി മുന്നേ പോയല്ലോ. അതിന്റെ കൂടെ ആദ്യൊരാണ് പട്ടി, അത് മരിച്ചു. ഇവിടുന്ന് ആക്സിഡന്റ് ആയത്. ആരോ കൊണ്ടുവന്ന് ഇവിടെ വിട്ടാണ്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നതിന് ശേഷം കുറേ ആയോ വന്നിട്ട്? ഞങ്ങള് ഇവിടെ 3 വർഷം. ഞാനിപ്പം സ്ഥിരമായിട്ട് ഇവിടെ ഒരു 5-8 വർഷം. അത് അവിടുന്ന് വരുമ്പോ വീട്ടിൽ വന്നില്ല, എവിടുന്ന് വരുമ്പോ അവിടെ എവിടെയും കണ്ടിട്ടുണ്ടാവും. എന്നും ബിസ്ക്കറ്റ് വാങ്ങും. ഭയങ്കര ബിസ്ക്കറ്റ് ആയിരുന്നു. വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലും വീഡിയോ പറഞ്ഞാൽ വന്നു. ഈ സ്ഥലത്തിലൊക്കെ വണ്ടി ഭയങ്കര വണ്ടിയാണ്. ഭയങ്കര പാടാണ്. മറ്റേതെങ്ങനെ ലോറിയാണ് ഓടിച്ചത്? ലോറി ബസ്സൊക്കെ എന്താന്നല്ല, അത് വീട്ടുകാർ കൊണ്ടുപോകും. ഞാനിവിടെ തന്നെ. അവിടെ പണ്ട് ഹരിതാന്ന് പറഞ്ഞല്ലോ. അല്ലല്ല, എന്റെ പേരെന്തായിരുന്നു? എന്താ ചെയ്യുന്നത്? ഇപ്പം വന്നോ? ഇല്ല, റിസൾട്ട് വരുന്നല്ലോ. റിസൾട്ട് വരും അടുത്ത മാസം. എവിടെ പഠിക്കാം? എന്റെ മകൻ അവിടുത്തെ ബസ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ. എവിടെ? ഏത് കോളേജാണ്? ശ്രാവൺ.
ചേട്ടൻ്റെ വീട് ഏതായിരുന്നു? കാണുമോ? അങ്ങോട്ട് പോകുമ്പോ റൈറ്റ് സൈഡ് ഉണ്ടാവും. ഒരു നടക്കാൻ പറ്റില്ല. പേരെന്താ? എൻ്റെ ദേവാനന്ദൻ. കയറി പോണോ? വീടാണ്. അവിടുന്ന് താഴേക്കുള്ള ഇറക്കം ഇറങ്ങണം. അവനധികം അതിലേക്കൂടെയാണ് ആഷിന്റെ അടുത്ത്. ആ മേലുള്ള ശ്രാവണമാണ്. അവൻ ഇപ്രാവശ്യം മറ്റേ ഇവിടെ ചെയ്യുന്ന അല്ല ക്രൈസ്ലി അവന്റെ കർഷൻ ബ്രദർ ആരോ ഉണ്ട് അവിടെ പഠിക്കും. ഇവർക്ക് വലിയ പരിപാടിയാണ്. കുഴപ്പമില്ല. എന്താ പരിപാടിയാണ്? അല്ല എവിടെയെങ്കിലും ഡ്യൂട്ടിന് പോകുമ്പോ അല്ല റിപ്പീറ്റ് ചെയ്യാം. ശരി. ഈ കാണുന്ന നിങ്ങളിനി കാണാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് മനസ്സിലായിരുന്നു. ആ ചേട്ടൻ്റെയാണ് ഇനി ഞാൻ വെക്കാൻ പോകുന്നത്. കച്ചവടം സെയിൽസൊന്നും അങ്ങനെയൊന്നുമല്ല. പഠിക്കുന്നതിന്റെ ഭാഗത്തിലേക്കാണ്. കച്ചവടം സെയിൽസും അങ്ങനെയൊന്നുമില്ല. നോക്കുന്നു സെയിൽസ് അല്ലേ അത് ആൾക്കാർക്ക് സാധനങ്ങൾ വിൽക്കുന്നില്ലേ. പഠിക്കുന്നതിന്റെ ഭാഗത്തിലേക്കാണ്. സംസാരിക്കാൻ പറയാം. ഈ വീഡിയോ ആയിട്ട് വരുമോ? വീഡിയോ ഇല്ല, വീഡിയോ എടുക്കാൻ പാടാം. വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ വെച്ച് കാണിക്കുന്നു ഇല്ല. ആൾക്കാർ മുഖം കാണിക്കില്ല. മുഖം കാണിക്കണമെങ്കിൽ വേറെ തന്നെ വീഡിയോ അത് വേറെ ഇല്ല. താല്പര്യം അവരെ പഠിപ്പിക്കുന്നൊക്കെ എങ്ങനെയാണ്? ശരിക്കും നല്ലതാണ്. പിന്നെ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടനോട് കണ്ടായിരുന്നു. ആ ചേട്ടനോട് സംസാരിച്ചു. പക്ഷേ ആ ചേട്ടനും ഇങ്ങോട്ടൊന്നും ചോദിക്കുന്നില്ല. ഞാൻ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ആ ചേട്ടൻ പേര് പറഞ്ഞിട്ട് പിന്നെ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ അത് ചെറുതായിട്ട് ഞാൻ സംസാരിച്ചു, ആകെ 10 സെക്കൻഡ് എങ്ങാനും. അത് ആനപ്പിണ്ടോ? ചേട്ടൻ്റെ പേരെന്താ? ഇവിടെ ആനയൊക്കെ ഉണ്ടോ? പറ്റേ പശു. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കറക്റ്റ് 5 പേരോട് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് 5 പേരെ.